ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ മെറ്റീരിയൽ വെച്ചിട്ട് ആലിയ കട്ട് ഷോർട്ട് കുർത്തി അല്ലെങ്കിൽ പെപ്ലം ടോപ്പില്ലേ അതാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത് കേട്ടോ. ക്രീപ്പ് മെറ്റീരിയലാണ്. ഞാൻ 2 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ലൈനിങ് ഒന്നും വെക്കണില്ല കേട്ടോ. എൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് 34 സൈസിനുള്ള മെഷർമെൻറ്റാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തുണി നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടു. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യണം കേട്ടോ. ഒരുമിച്ച് കട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്യണം കേട്ടോ. രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഷോൾഡർ ഞാൻ 6 ഇഞ്ച് കൊടുത്തു. അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ആം ഹോൾ ലെങ്ത്തും 6 ഇഞ്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും ജോയിൻറ്റ് ചെയ്തെടുത്തു. ഈ തുണിയായ കാരണം കൊണ്ട് യെല്ലോ ചോക്ക് ഒട്ടും ഇതിൽ കാണുന്നില്ല എന്നുള്ളത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇനി ഒരു വീഡിയോ ഇടുമ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് മെഷർമെൻറ്റ് എനിക്ക് വേണം 34. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തു. യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ 14.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി മുകളിൽ നിന്ന് താഴത്തേക്ക് 14.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് വണ്ണം 8 ഇഞ്ചും 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൊടുത്തിട്ട് ഇത് രണ്ടും ജോയിൻറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ ആ മുകളിൽ നിന്ന് 2 സൈഡിലേക്കും 14 ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തതാണ് കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആം ഹോളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ കോർണറിൽ നിന്ന് ഞാനൊരു 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അറിയാമല്ലോ നമ്മുടെ ഷോൾഡർ തൊട്ട് ആം ഹോളിൻ്റെ മെഷർമെൻറ്റിൻ്റെ നേർപകുതി 3 അടയാളപ്പെടുത്തി ഇതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആം ഹോൾ കർവ് ചെയ്തെടുത്തു കേട്ടോ. നെക്ക് ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നുണ്ട്, പക്ഷെ ഞാൻ കട്ട് ചെയ്യണത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. നെക്ക് ഞാൻ ബാക്ക് നെക്ക് നോർമൽ നെക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു 4 ഇഞ്ചാണ് ഇറക്കം കൊടുത്തേക്കുന്നത്. നെക്ക് വിട്ട് കൊടുത്തേക്കുന്നത് 2.5 കേട്ടോ. അവിടെ ഒരു റൗണ്ട് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സെയിം മെഷർമെൻറ്റ് തന്നെ ആം ഹോളും ഷോൾഡറും ഒക്കെ അടയാളപ്പെടുത്തിയിട്ട് യോക്ക് പോർഷൻ വരെയുള്ള മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് അതൊന്നിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം അതിൽ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ. ആം ഹോൾ ഷേപ്പ് ചെയ്യുമ്പോൾ ബാക്ക് പോർഷനിലേക്ക് കൊടുത്തതിനെക്കാട്ടും ഒരു 1/2 ഇഞ്ച് കുനിച്ച് വേണം ഇവിടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഫ്രണ്ടിൽ വീനക്കാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നെക്ക് വിടുത്ത് 2.5 അടയാളപ്പെടുത്തിയിട്ട് താഴ്ത്തിക്ക് ഞാൻ 6.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കണേ. എന്നിട്ട് അതൊരു ബോക്സ് ആക്കി വരച്ചിട്ട് നേരെ വി ഷേപ്പിലുള്ള ഒരു ലൈൻ വരച്ചു കൊടുത്തു. അതായത് 2.5 അവസാനിച്ചോടത്തുനിന്ന് ഈ 6.5 അടയാളപ്പെടുത്തേണ്ട അവിടേക്ക് നേരെ ക്രോസ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചിട്ട് വി ഷേപ്പാക്കി എടുത്തു. ഇനി ഈ ലൈൻ വരച്ചത് ഒന്ന് 2.5ൻ്റെ അവിടെ മെഷർമെൻ്റ് ഒന്നും വ്യത്യാസം വരാതെ അവിടെ നിന്ന് റാ പോലെ ഷേപ്പാക്കി എടുത്തിട്ട് താഴത്തേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചു കൊടുത്തിട്ട് അപ്പോഴാണ് നമ്മുടെ വീനക്ക് കുറച്ച് വിരിഞ്ഞ് നിൽക്കുള്ളൂ, കുറച്ച് വൃത്തിയിൽ നിൽക്കുള്ളൂ. ഇനി നമ്മുടെ മടക്ക് വശത്ത് 14.5 അവസാനിപ്പിച്ചതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതാ സൈഡിലേക്ക് ഇതുപോലെ ഒരു വരച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ആലിയ കട്ടിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി ആ ലൈനിൽ കൂടെ വേണം നമുക്ക് ഈ ടോപ്പ് കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഷോർട്ട് കുർത്തി ആകുമ്പോൾ കുറച്ച് കയറി നിന്നാലും കുഴപ്പമില്ല. ലോങ് ആലിയ കട്ട് കുർത്തി ആകുമ്പോൾ ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കാറുള്ളൂ കേട്ടോ. മുകളിലേക്ക് ഞാൻ അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പ്ലീറ്റ് ഉള്ള തുണി നമ്മൾ ടോട്ടൽ ലെങ്ത് ടോപ്പിൻ്റെ 30 അപ്പോൾ 14.5 ഇഞ്ച് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 15.5 ഇഞ്ചാണ് ഞാൻ പ്ലീറ്റ് ഇടാനുള്ള തുണിയുടെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. വീതി വന്നിട്ട് നമ്മുടെ ടോട്ടൽ വീതി 20 ഇഞ്ചാണ് യോക്ക് പോർഷൻ്റെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു
രണ്ടിരട്ടിയെങ്കിലും തുണി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബാക്ക് പോർഷനിലേക്കുള്ള തുണി കട്ട് ചെയ്ത് മാറ്റി ഇനി ഫ്രണ്ട് പോർഷനിലേക്കുള്ള തുണി ലെങ്ത്ത് എടുക്കുമ്പോൾ ഒരു 4 ഇഞ്ച് കൂടുതൽ എടുക്കണം. നമ്മൾ 4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെട്ടിയിട്ടില്ലേ യോക്ക് പോർഷൻ്റെ, ആ 4 ഇഞ്ച് ഇവിടെ നമ്മൾ കൊടുക്കണം. അതായത് കറക്റ്റ് 15.5 ഇഞ്ച് മെഷർമെൻ്റ് എടുത്ത് അടയാളപ്പെടുത്തിയിട്ട് മടക്ക് വശത്തിൽ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് അവിടെ നമ്മൾ 4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റി അതേ സെയിം മെഷർമെൻ്റ് തന്നെ ഇവിടെ എടുക്കുക. 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിച്ച് വരച്ച് ഈ വരയെ കൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. യോക്ക് പോർഷൻ്റെ വീതി വന്നിട്ട് 20 ഇഞ്ചിൻ്റെ ഇരട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. 2 ഇരട്ടിയല്ല, പ്ലീറ്റ് ഇടാനുള്ള തുണി 2 ഇരട്ടിയെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞത്. 2 ഇരട്ടിയല്ല, അതിൻ്റെ ഇരട്ടി. അപ്പോൾ ഒരു 40 ഇഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുണി 4 മടക്കിയിട്ടിട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തു. ലെങ്ത്ത് വന്നിട്ട് 15 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് വീതി കൊടുത്തേക്കുന്നത് 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഞാൻ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ. ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തേക്ക് ഞാൻ ആ മടക്ക് വശത്തിൻ്റെ മൂലയ്ക്ക് നിന്ന് അങ്ങോട്ട് ഒരു 7.5 എൻ്റെ സ്ലീവ് റൗണ്ട് വരുന്നത്. ആ 7.5 അടയാളപ്പെടുത്തി കൊടുത്തു. 2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ ലൈനിൻ്റെ നേരെ പകുതി, ക്രോസ് ചെയ്ത് വരച്ച് ഈ ലൈനിൻ്റെ നേരെ പകുതി കണ്ടുപിടിക്കുക. പിന്നെ അതിൻ്റെയും പകുതി കണ്ടുപിടിക്കുക. അവിടെയൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ ഈ ക്രോസ് ചെയ്ത ലൈനിൻ്റെ നേർ പകുതി അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. പകുതിയുടെ പകുതി കണ്ടുപിടിച്ചോടത്തുനിന്ന് താഴ്ത്തിക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിലുള്ള സ്ലീവ് നമുക്ക് കിട്ടും. ഞാനിങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പിന്നെ ഇടാട്ടെ. ഈ വീഡിയോയിൽ ഇത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിലുള്ള സ്ലീവ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി താഴെ എനിക്ക് 5.5 ഇഞ്ചാണ് താഴെ വരുന്നത്. അത് അടയാളപ്പെടുത്തി കൊടുത്തു. പ്ലസ് 2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി 2 സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്നിടത്ത് ഒന്നും കൂടെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ലോങ് ആയിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്കൊന്നും കൂടി നന്നാക്കി വരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.